ഹായ്, എൻ്റെ പേര് നൗഷാന. മൈൻസൂം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് നെഗറ്റീവ് എനർജിയെ എങ്ങനെ തകർക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നമ്മുടെ മാനസിക ആരോഗ്യത്തെയും നമ്മുടെ മാനസിക അവസ്ഥകളെയും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെയും തകർക്കുന്ന ഒരു കാര്യമാണ് നെഗറ്റീവ് എനർജി. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവാണ് നെഗറ്റീവ് എനർജി. ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കണം. നെഗറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവാണ് എന്നുള്ളത്. നമ്മളങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ലല്ലോ, എനിക്കത് ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി അവിടെ വരികയാണ്. ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് അവിടെ വരുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അവിടെ നിങ്ങൾക്ക് വിജയം കാണാൻ കഴിയില്ല. നിങ്ങൾക്ക് ഒരു ഉന്മേഷമില്ലാത്ത പോലെ ആയിരിക്കും നിങ്ങൾ അവിടെ ഉണ്ടാവുക. ഇപ്പൊ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ജോബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വർക്കിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. ആ ചെയ്യാനുള്ള സമയം കൊണ്ട് നിങ്ങൾ അതിനിങ്ങനെ ആലോചിക്കുകയാണ്, എനിക്കിത് ചെയ്യാൻ കഴിയില്ല, ഇത്രയും ഉണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്താൽ തീരാവുന്നതല്ല, എനിക്കിത് കൂട്ടിയാൽ കൂടില്ല എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്ന മൂലം നിങ്ങൾക്കത് അവിടെ ചെയ്യാൻ കഴിയില്ല. അവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി വരികയാണ്. പിന്നെ അങ്ങനെ പറഞ്ഞ് അത് നമ്മുടെ ബ്രെയിനിലേക്ക് അത് കടന്നു വന്ന് നമ്മളെ ഐഡന്റിറ്റിയിലേക്ക് അത് കടന്നു വരുന്ന സമയത്ത് അത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. നെഗറ്റീവ് എനർജി വന്നതിന് ശേഷം അത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ അത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലും അവിടെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് നടക്കാൻ പോകുന്നില്ല. നിങ്ങളെപ്പോഴും എന്നും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് നടക്കുക. അവിടെ ഇപ്പം നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഉന്മേഷം ഉണ്ടാവില്ല, ഒരു മടി പിടിച്ച പോലെ ആയിരിക്കും നിങ്ങൾ ഉണ്ടാവുക. എപ്പോഴും മടിയായിരിക്കും. ഇപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് കിടക്കാൻ തോന്നും. അതുപോലെ തന്നെ എഴുതാനും വായിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ചെയ്യില്ല. ഇനിയിപ്പോൾ ജോബിലെ വർക്കും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യാനുണ്ടാവും, അതൊന്നും ചെയ്യില്ല. എപ്പോഴും നിങ്ങൾക്ക് മടിയായിരിക്കും, എന്നെ കൊണ്ട് ചെയ്യാൻ ഇതൊന്നും പറ്റില്ല, എനിക്കത് കൂട്ടിയാൽ കൂടില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്കുള്ള വീഡിയോ ആണ് ഞാൻ ഈ പറയുന്നത്. 6 മാർഗങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ 6 മാർഗങ്ങൾ ഞാൻ പറയുന്ന ഈ 6 മാർഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ നിങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അവിടെ നിങ്ങൾക്ക് വിജയം കാണാനും കഴിയും. അപ്പം നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് റീഫ്രെയിം യുവർ തോട്ട്സ്. അതായത് ഇപ്പം എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ റീഫ്രെയിം ചെയ്യാൻ കഴിയണം. അതായത് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നല്ലോ, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നത് എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എന്നെ കൊണ്ട് എൻ്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലല്ലോ, എന്താണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്നിങ്ങനെ ഡിഫറെൻറ്റ് ലാംഗ്വേജിലേക്ക് മനുഷ്യർ പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ അങ്ങനെ എൻ്റെ ജീവിതം എനിക്ക് കൂട്ടിയാൽ കൂടില്ല, എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്, എനിക്കൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നിങ്ങളിങ്ങനെ ചിന്തിച്ച് നിങ്ങൾ കൂട്ടാതെ അതിനെങ്ങനെ പരിഹരിക്കാം, ഇതിന് എന്തെല്ലാം പരിഹാരങ്ങളുണ്ട് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ അവിടെ ഒരു നെഗറ്റീവ് എനർജി ഒഴിവാക്കിയിട്ട് അവിടെ നിങ്ങൾ പോസിറ്റീവ് എനർജി നിങ്ങൾ തന്നെ കൊണ്ടുവരണം. അതായത് ഇപ്പോൾ ഈ കാര്യങ്ങൾ അതായത് ഇപ്പോൾ ജീവിതത്തിൽ എനിക്കും മാത്രമേ ഇങ്ങനെ പ്രശ്നങ്ങളുള്ളൂ, വേറെ ആർക്കും ഒരു പ്രശ്നങ്ങളില്ല, എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങൾ ഒരു പോസിറ്റീവ് എനർജി അവിടെ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അതിനെങ്ങനെ പരിഹരിക്കാം, ഇതെങ്ങനെയെല്ലാം ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്ത് തീർക്കാം എന്ന് നിങ്ങൾ ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കണം. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിക്കാതെ ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കണം. അവിടെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് ആ കാര്യം നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയും. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഫ്രെയിം യുവർ തോട്ട്സ് എന്നാണ്. രണ്ടാമത്തെ കാര്യമാണ് ഡിറ്റാച്ച് ഫ്രം ടോക്സിക് പീപ്പിൾ. അതായത് ഇപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ഒരുപാട് പേര് നിങ്ങൾക്കിടയിൽ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യവും നിങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടാവുക. ആ പോസിറ്റീവായിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഒരു ടോക്സിക് ആയിട്ടൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ അവർ അവിടെ നിന്ന് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളോട് പറയണം, നീ അങ്ങനൊന്നും ചെയ്യണ്ട, നിനക്കൊന്നും അത് ചെയ്യാൻ കഴിയില്ല, നീ വെറുതെ ആവശ്യമില്ലാതെ ഒന്നിൽ കയറി ഇടപെടണ്ട, എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ട എന്നിങ്ങനെ നിങ്ങളോട് പറയുന്ന ഒരു ടോക്സിക് ആയിട്ട് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഉടൻ തന്നെ ഒഴിവാക്കുക.
നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അവർ നിങ്ങൾക്ക് അവിടെ നെഗറ്റീവ് എനർജി മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുവരുള്ളൂ. അപ്പൊ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക. ടോക്സിക് ആയിട്ടുള്ള ആളുകളുടെ കൂടെ കൂട്ടുകൂടുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താ, നിങ്ങളുടെ ജീവിതം തന്നെ അവിടെ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടാവും, പക്ഷെ അത് നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് കാര്യം ചെയ്യണം, നിങ്ങളുടെ ടോക്സിക് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ടിനെ നിങ്ങൾ ഉടൻ തന്നെ നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ കൂടെ ആ ടോക്സിക് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ ആകെ മാറും. അതായത് നിങ്ങൾ ഇപ്പൊ നല്ലതുപോലെ ആയിരിക്കും ജീവിച്ചു പോയിട്ടുണ്ടാവുക, പക്ഷെ ആ ടോക്സിക് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് വെറും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുണ്ടാവുള്ളൂ. കാരണം എല്ലാ കാര്യങ്ങൾക്കും സംശയിക്കുമായിരിക്കും നിങ്ങൾ. അവര് നിങ്ങളടുത്ത് പറയാണ്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് അവർ പറഞ്ഞു തരുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയാണ്, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല, അവള് പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ അവൻ പറഞ്ഞത് ശരിയാണ്, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല, അപ്പൊ ഞാനത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് അവിടെ നെഗറ്റീവ് എനർജി വന്നു, അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് ആയിട്ടുള്ള ആളുടെ കൂടെ കൂട്ടുകൂടുകയും ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറുകയും ചെയ്യുക. മൂന്നാമത്തെ കാര്യമാണ് യൂസ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. അതായത് നിങ്ങൾ പറയേണ്ടതും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്നെയും കൊണ്ട് സാധിക്കും, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാവും, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും, എനിക്ക് പഠിക്കാൻ കഴിയും, ഞാൻ പറഞ്ഞ അതായത് ഇപ്പോൾ സ്കൂളിൽ ചെയ്യുന്ന വർക്കും കാര്യങ്ങളും ഞാൻ ടീച്ചർ പറഞ്ഞതുപോലെ ചെയ്യും, എനിക്ക് സെമിനാർ എടുക്കാൻ കഴിയും, ഞാൻ നാളെ തന്നെ അത് ചെയ്യും, എനിക്ക് നാളെയാണ് എൻ്റെ ഡേറ്റ്, എനിക്ക് നാളത്തോട് തന്നെ അത് തീർക്കണം, എനിക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ജോബിന് പോകുന്ന സമയത്ത് വർക്കിൻ്റെ കാര്യത്തിനാണെങ്കിലും സാറ് തന്ന വർക്ക് എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും, എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. കാരണം നമ്മളെ ഐഡന്റിറ്റിയിലേക്ക് ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആയിട്ടുള്ള എനർജി വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമുക്കത് പോസിറ്റീവ് എനർജി അവിടെ വന്നുകൊണ്ടേയിരിക്കും. നെഗറ്റീവ് എനർജി മുഴുവനായിട്ട് എടുത്തു പോയിട്ടുണ്ടാവും, അവിടെ പോസിറ്റീവ് എനർജി നമുക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന് കോൺഫിഡൻസോടെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും നെഗറ്റീവ് എനർജി ഒഴിവാക്കാനും നിങ്ങൾക്ക് കഴിയും. നാലാമത്തെ കാര്യമാണ് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് മൊമെന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് പഴയ കാര്യങ്ങൾ എടുത്തു പറയാതെയും വരാൻ പോകുന്ന കാര്യങ്ങളും പറയാതെ ഇപ്പോൾ എന്താണ് നടക്കുന്നത് ആ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് പഴയ കാര്യങ്ങൾ എടുത്ത് നിങ്ങൾ ചിലപ്പോൾ പണ്ടൊക്കെ നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നടന്നിട്ടുണ്ടാവുക. ഇപ്പോൾ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളെ വെറുതെ ആ പോസിറ്റീവ് എനർജി ഒഴിവാക്കിയിട്ട് നെഗറ്റീവ് എനർജി നിങ്ങൾ കൊണ്ടുവരാതിരിക്കുക. അതായത് ഇനി വരാൻ പോകുന്നത് എന്തായിരിക്കും, എൻ്റെ ജീവിതം ഇപ്പോൾ ഉള്ള പോലെ ആവുമോ എന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് പഴയ കാര്യങ്ങൾ എടുത്ത് പറയാതെയും വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വെറുതെ ചിന്തിച്ചിട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയങ്ങൾ നിങ്ങൾ കളയാതെ ഇപ്പോൾ എന്താണ് നടക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആക്കി മുന്നോട്ട് കൊണ്ടുപോവുകയും അതൊരു പോസിറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയും ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഒരു നല്ലൊരു മാറ്റവും വിജയവും നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പോലെ തന്നെ ഇനി വരാൻ പോകുന്ന കാലം നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ പഴയ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് വെറുതെ നിങ്ങൾ ടൈം സ്പെൻഡ് ആക്കാതെ നിങ്ങൾ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അവിടെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ കണ്ടെത്തുക. അഞ്ചാമത്തെ കാര്യമാണ് ഫോക്കസ് ഓൺ ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങളെപ്പോഴും നന്ദി ഉള്ളവനാവുക. ഇപ്പൊ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ നടന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കാണ്, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു, ഒരുപാട് പ്രശ്നങ്ങൾ വന്നു, എനിക്കൊന്നും ഇതിൽ നിന്നും ഓവർകം ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ ആയി പോയി എന്ന് നിങ്ങൾ ആലോചിച്ച് കൂട്ടാതെ നിങ്ങൾ ചിന്തിക്കുക, എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയും. എൻ്റെ ജീവിതം മാത്രമല്ലല്ലോ, എനിക്ക് ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം മാത്രമല്ലല്ലോ എൻ്റെ ജീവിതത്തിൽ, എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നടക്കുമ്പോൾ അതിന് വില കൊടുക്കാതെ നെഗറ്റീവ് എനർജിക്ക് മാത്രമാണല്ലോ ഞാൻ വില കൊടുക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങൾ എല്ലാ കാര്യത്തിലും നന്ദി ഉള്ളവനാവുക. എപ്പോഴും നിങ്ങൾക്ക് അവിടെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ അവിടെ നന്ദി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു പോസിറ്റീവ് എനർജി വരും. അതായത് ഇപ്പോൾ നിങ്ങളൊരു പാവപ്പെട്ട ഒരു മനുഷ്യനെ കാണുകയാണ്, അയാൾ നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടുന്ന സമയത്ത് നിങ്ങൾ അയാൾക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ
അയാൾക്ക് അത് വലിയൊരു സന്തോഷമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യവും നടക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളത് നന്ദിയുള്ളവനാവാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ നെഗറ്റീവ് എനർജി കൊണ്ടുവരാതെ പോസിറ്റീവ് എനർജി കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങൾ നന്ദിയില്ലാത്ത ഒരാളായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വെറും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുള്ളൂ. നേരെ മറിച്ച് എല്ലാവരോടും നിങ്ങൾ നന്ദിയുള്ളവനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും. ആറാമത്തെ കാര്യമാണ് മൂവ് യുവർ ബോഡി ഡെയിലി. അതായത് എന്നെയോടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നിങ്ങനെ വെറുതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ എപ്പോഴും ഒരു എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യാണ്, ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, ഇതൊന്നും എന്നെ കൊണ്ട് കൂടുന്ന കാര്യമൊന്നുമല്ല, ഇത് വേറെ ആരെങ്കിലും ചെയ്തോട്ടെ, ഇതൊന്നും എനിക്ക് പറ്റില്ല എന്ന് നിങ്ങൾ മടി പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വിജയം ഉണ്ടാകില്ല. വെറും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ എപ്പോഴും എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നും രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ബ്രീത്തിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ബ്രീത്തിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി എപ്പോഴും ഒരു റിലാക്സ് ആവും. നിങ്ങളെപ്പോഴും ഇങ്ങനെ നിങ്ങളെ എക്സസൈസ് അതുപോലെ ബ്രീത്തിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി റിലാക്സ് ആവുകയും അതുപോലെ നിങ്ങൾക്കൊരു പോസിറ്റീവ് ഉന്മേഷം നിങ്ങൾക്ക് വരികയും അന്നത്തെ ഒരു ദിവസം എപ്പോഴും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നിങ്ങൾക്ക് നടക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്നും എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ഇതൊന്നും എന്നെയും കൊണ്ട് പറ്റില്ല, ഇതൊന്നും എനിക്ക് കൂടിയതല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. ഞാൻ പറഞ്ഞ ഈ 6 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയും നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് ആ കാര്യത്തിൽ നിങ്ങൾ വിജയം ഉണ്ടാവുകയും ചെയ്യും. ഒരു ലക്ഷ്യബോധമുള്ള ഒരാൾ, അതായത് ഇപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുകയാണ്, ആ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടാവും. ആ ലക്ഷ്യം നിറവേറുന്നത് വരെ നിങ്ങൾ പോരാടുക. എന്നെ കൊണ്ട് പറ്റും, എൻ്റെ ലക്ഷ്യം എനിക്ക് നിറവേറ്റാൻ കഴിയും എന്ന് നിങ്ങൾ പോരാടുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് എപ്പോഴും വിജയം ഉണ്ടാവും. നിങ്ങൾ ഒരു ലക്ഷ്യമുള്ള ഒരാളല്ല, എന്തിനോ വേണ്ടി ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും നിങ്ങളുടെ ജീവിതം വിജയമായി കൊണ്ടുനടക്കാനും നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഒരു 6 കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള ഈ 6 കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് വെറുതെ ആവശ്യമല്ല നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഇതൊന്നും എനിക്ക് കൂടിയതല്ല, ഇതൊന്നും ഞാൻ ചെയ്താൽ ശരിയാവില്ല, വേറെ ആരെങ്കിലും ചെയ്തോട്ടെ, ഇതൊന്നും ഞാൻ ചെയ്താൽ ശരിയാവില്ല, എനിക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിച്ചിരിക്കാതെ എപ്പോഴും നിങ്ങൾക്ക് കഴിയും. എന്ത് കാര്യം നിങ്ങൾക്ക് തന്നാലും ആ കാര്യം നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ കോൺഫിഡൻസോടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. എന്ത് കാര്യം ചെയ്യുമ്പോഴും അവിടെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. നിങ്ങൾ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ദേഷ്യമായിരിക്കും. ആ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ വേറൊരാളെ കാണുമ്പോൾ അയാളോട് നിങ്ങൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ തിരിച്ച് നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു നെഗറ്റീവ് എനർജി അവിടെ വരികയാണ്. നേരെ മറിച്ച് നിങ്ങളോട് എപ്പോഴും നിങ്ങളിപ്പോൾ എവിടേക്കെങ്കിലും പുറത്ത് പോകുന്ന സമയത്ത് ഒരാൾ നിങ്ങൾക്ക് ചിരിച്ചു തന്നാൽ നിങ്ങൾ അങ്ങോട്ടും ചിരിച്ചു കൊടുത്തു. നമുക്കറിയില്ല, അറിയാത്ത ഒരാളാണ്, നമുക്ക് ചിരിച്ചു തന്നു, നമ്മൾ അങ്ങോട്ടും ചിരിച്ചു കൊടുത്തു. പിന്നെ അതുപോലെ വേറെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ചിരിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പോസിറ്റീവ് എനർജി നമ്മൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ 6 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.